അപ്പോൾ ഹലോ മച്ചാമാരെ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു അല്ലെങ്കിൽ രണ്ട് ഡിവിഷൻ്റെ മാച്ച് കളിക്കാൻ പോണ് ഗൈസ്. ഓപ്പണിൻ്റെ ഗാഡ് ഡേവിഡ്സൊക്കെ ഉണ്ട് ഗൈസ്. കുറച്ച് സെറ്റ് ടീം തന്നെയാണ്. കനവാരോ, എംബാപ്പെ, മൈക്ലോവൻ, ബെല്ലറ്റി, കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യം നല്ല ടീമാണ്. എന്തായാലും എന്നെക്കാളും നല്ല ടീം ആണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടീമിലെ പൊട്ടാസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ ആരാന്ന്, ഫോർലാൻ. അപ്പോൾ ഗൈസ്, പൊട്ടാസ് വെച്ചിട്ട് ഇന്ന് കുറച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ മാച്ചിലോട്ട് പോവാം. ഓപ്പോണൻറ്റ് നല്ലോണം കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ മോനെ, ഈ ഡിവിഷൻ 4-ലും കണ്ട് തന്നെ ഞാൻ ഒരു ഓപ്പണൻ്റ് കൂടെ കളിച്ചപ്പോൾ 3200 സ്ട്രെങ്ത് ഒക്കെ ഈ മിസ്പാസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. എനിക്കാണെങ്കിൽ ഇതുവരെ ഒരുത്തനും എത്തിക്കായിട്ട് കിട്ടിയിട്ടില്ല. ഇവനെ കളിക്കുന്നേ. അയ്യേ, അതെന്തായിരുന്നു ഗൈസ്, എനിക്കൊന്നും മനസ്സിലായില്ല. ചെക്കൻ ഗോൾ കീപ്പറിനെ കൊണ്ട് വന്നു, പക്ഷെ എന്നിട്ട് കയറിയില്ല. എന്നാലും മിസ്റ്റേക്ക് ആയിരിക്കും, സീനില്ല. പക്ഷെ ഇതെന്നാന്ന് ഡിഫൻസ് എന്താ പടക്കവാ. എൻ്റെ ഗൈസ്, അത്യാവശ്യം കളിയുണ്ട് കേട്ടോ അവന്. അതാ പക്ഷെ എൻ്റെ സത്യം പറയാം, ഇപ്പം ഇപ്പോഴും നല്ല ആളാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്നെ ഒരു മാച്ചിൽ നിന്ന് രക്ഷിച്ച എന്നുവെച്ചാൽ 90+ മിനിറ്റ്, എനിക്ക് 2, മറ്റവന് എത്രയാ 1. എൻ്റെ ഗൈസ്, 90+2 മിനിറ്റിൽ ഒരു ഹെഡ് അടിച്ച് മറ്റേ ഓപ്പോണൻ്റ്. ഈ നമ്മുടെ പിക്ക് ഒന്നും ഇല്ലാത്തവരെ സേവ് ചെയ്തറ എന്തൊക്കെ പറഞ്ഞാൽ അതൊരു സീൻ ചെയ്യുമായിരുന്നു. ഓക്കെ, ക്ലിയർ. മെസ്സി പാസ്. എടാ അതാ അടിച്ച്. കോസ്റ്റ കട്ട, ബ്രില്യൻറ്റ് പ്ലേ. പിന്നെ നമ്മളിപ്പോൾ സെർജിനിന് ക്ലിയറൻസ്. അതെന്താ ഇപ്പോൾ അല്ല, അത് എംബാപ്പേൻ്റെ തന്നെ ഡിഫ്ലക്ഷൻ ഇടുക. പക്ഷേ എന്താണെന്നറിയത്തില്ല, കളി കിട്ടുന്നില്ല. ചേടാ, ഇവനെന്നെ പുറത്തുനിന്ന് പൊട്ടിക്കുന്നേ. ലോഫ്റ്റർ കളിച്ച്, പക്ഷേ എടാ അത് പിടിക്കായിരുന്നു. എന്തായാലും അവനടിച്ചില്ല ഗൈസ്. എനിക്ക് വേണം ആർട്ടിസ്റ്റോട്ട് എടുക്കായിരുന്നു, പക്ഷെ എന്നാന്നറിയത്തില്ല, ഞാൻ നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചേടാ മെസ്സി. എടാ എടുക്കടാ ഫോർലാനെ. അതെടുത്ത്, അത് ഓടിപ്പോയി. സീനില്ല. എംബാപ്പെ, ഫൗൾ. ഈ റെഫറി ചില സമയത്ത് കണ്ണില്ലാത്ത പോലെ ഗൈസ്.
എടാ 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 കഷ്ടപ്പെട്ട നോൺ ഗോളാക്കാൻ നോക്കിയാ ഇപ്പം ഗോള് തന്നെ ഗൈസ്. ആ പിക് ഫോർഡിൻ്റെ ഇപ്പോഴത്തെ റിഫ്ലക്സ് കണ്ടായിരുന്നു. ഓ ഗോൾ ചാൻസ് ഉണ്ട്. ഛേ ഇത് എന്താണ് ഗൈസ് ഇങ്ങനെ? ഓക്കെ എടാ ഈ റെഫറിക്ക് ഇപ്പോളെ വിസിലടിയാണെന്നുണ്ടല്ലോ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സബ് ഇറക്കണോ? എനിക്ക് ഇറക്കാൻ തോന്നുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ടോറസിനെ ഒന്ന് ഇറക്കി നോക്കാം. ആർക്ക് പകരം മറന്നോണം. പിന്നെ നമുക്ക് റിബറിനെ ഇറക്കാം. ബ്രൂണ റോബർട്ട് ഗൈസ്. ഇവൻ ഈ എന്നാ ലെഫ്റ്റ് മിഡ് ആയതുകൊണ്ട് സെൻട്രൽ മിഡ് വെക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് വലിയ പണിയാണ് ചെയ്യുമ്പം. അതായത് ഓവിയാർ കൂടിയത് ഇവനാണെങ്കിലും പക്ഷെ കളി കളി എന്തൊക്കെ പറഞ്ഞാൽ നെയ്മറിന് ഗൈസ് അവനിതുവരെ റെഡി അടിച്ച് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് സമയം കൊണ്ട് വെറുതെ ഒന്നതിലേക്ക് ഇപ്പോഴാണ് ചക്ക റെഡി. ഇപ്പം ഞാൻ സ്റ്റാർട്ട് അടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ മാത്രമേ സബ് ഇറക്കിയുള്ളതെന്നാണ് തോന്നുന്നത്. പിന്നെ ഗൈസ് വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ അടുത്തുണ്ടെങ്കിൽ മാറി മാറി കളിക്കത്തില്ലേ, ആ ഒരു സാധനം എനിക്കിഷ്ടമല്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഒരുത്തം കളിച്ചു, അന്നേരം നമുക്ക് അവൻ്റെ കളി കിട്ടി. പിന്നെ അവൻ്റെ ഫ്രണ്ട് കളിക്കുവാണെങ്കിൽ നമുക്ക് അവൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ വരും. അന്നേരം അങ്ങനെ വരുന്നത് എനിക്കിഷ്ടമല്ല. എടാ പോടാ, ഇത് എന്നാന്ന്? അടിച്ചില്ല ഗൈസ്. ചേടാ എടുത്തിട്ടുണ്ട്. ചേടാ ഇത് ഓപ്പണൻ്റ് അല്ലേ എടുക്കുകയാണ് ഗൈസ്. എടാ അതൊരു നല്ല ചാൻസ് ആയിരുന്നു, പക്ഷേ മിസ് ചെയ്തു. ചേടാ ഓ ചാൻസ് ഉണ്ട്. എടാ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. അയ്യോ വേണ്ട മൈക്രോവൻ കണ്ണാപ്പി സേവ് ഗൈസ്. എന്ന് വെച്ചാൽ റിഫ്ലക്സ് 100/100. ഓക്കെ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ മറഡോണ അടിച്ചിരിക്കുകയാണ്. What a wonderful assist by Perez and wonderful goal by Maradona. അപ്പോൾ ഗൈസ് അതൊരു കിടിലൻ ഗോളായിരുന്നു. എന്തായാലും നമുക്കിനി മാക്സിമം ഓപ്പോണന്റിനെ അടുപ്പിക്കാതിരിക്കാൻ നോക്കണം. ചേടാ ചില മാച്ചിൽ ഫോൺ കിട്ടും, പക്ഷെ ചില മാച്ചിൽ ഫോൺ കിട്ടത്തില്ല. എടാ ഡ്രിബ്ലിങ്. എടാ അത് കണ്ണാപ്പി ഡ്രിബ്ലിങ് ആയിരുന്നേ. എടാ അടി എടാ ഈ കാനവാരോ സംഭവം ഒരു പ്രശ്നമാണ് കേട്ടോ. കാനവാരോ ശരിക്കും ഒരു പ്രശ്നമാണ്. അവിടെ ഈ കാനവാരോ എവിടുന്നാന്ന് അറിയത്തില്ലടാ, ചിലപ്പോൾ എവിടുന്നൊക്കെയോ കണ്ട. പക്ഷെ അത് പിന്നെ ഉണ്ടായിരുന്നു, പക്ഷെ മറ്റേതങ്ങനെയല്ല. വൈസൈക്കിൾ നോക്കി
സെർജീഞ്ഞോ ചെക്കൻ്റെ തല ഇടിച്ച് വിളിക്കാൻ നോക്കി ഗൈസ്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, നടന്നില്ല. എടാ കാനവാരോ ഒരു നല്ല ഡിഫൻഡർ തന്നെ കേട്ടോ, പക്ഷെ ഞാൻ പോകുന്ന എന്തായാലും ഒലിവർക്കാൻ വേണ്ടി, കാരണം എനിക്കൊരു ഡിഫൻഡ് ഇല്ല. അതോ എടാ അടിച്ചറാ, അയ്യോ എടാ ബിഗ് ഫോർ ചെയ്തറാ എടാ, എൻ്റെ കൈസ് ഇപ്പം തന്നെ ആണെങ്കിൽ എന്ത് വീട്ടിലും പെർഫോമൻസ് ആണ് കൈസ്, കണ്ടില്ലേ? അപ്പോൾ ഞാനൊരു ഡബിൾ ബൂസ്റ്ററും കൂടി ഇട്ടായിരുന്നെങ്കിൽ, അതായത് ഗോൾ കീപ്പറും കൂടെ ഡബിൾ ബൂസ്റ്റർ ഇട്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു. അതായത് ഇവിടെ എൻ്റെ ടീമിൽ നിന്ന് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പിക് ഫോറിനാണ് ഗൈസ് വരേണ്ടത്. 11 ടീമിൽ കാനവാരോ ഇന്ത്യയുടെ കേട്ടോ. എന്തായാലും ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാം ഷെയറും കൂടെ ചെയ്തേക്കൂ. അപ്പം ശരി ഗൈസ്, ബൈ.